വെൽക്കം ടു ഡേ 6 ഓഫ് ഡോക്യുമെന്റിങ് മൈ മോർണിംഗ്. ഈസ്റ്ററിന് വന്നപ്പോൾ ഒരാഴ്ച നിൽക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഒരു മോർണിംഗ് ആണ്. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെമ്മക്കളും മടിച്ചുകളാകുന്നു. അത് വാസ്തവമാണല്ലേ? അതെ, ഞാനും എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അധികം നേരത്തെ എഴുന്നേൽക്കാനൊന്നും ശ്രമിക്കാറില്ല. അലാം ഓഫ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കിടക്കാറ്. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് വലിയ കുറച്ചിലായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുമില്ല. അത് മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മടി എവിടെ നിന്നൊക്കെയോ വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് നേരത്തെ എണീക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. രാവിലെ തന്നെ ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല, ചക്കുപ്പേരി വെച്ചിട്ടുണ്ട്. തലേന്ന് ഞാനത് മോര് ചമ്മന്തി കൂട്ടി കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് അമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും മോര് ചമ്മന്തി ഉണ്ടല്ലോ, എനിക്ക് എപ്പോൾ തന്നാലും ഞാൻ കുടിക്കുന്ന എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ പലഹാരം ഉണ്ടാക്കലല്ലായിരുന്നു, ഇതേപോലെ കഞ്ഞിയായിരുന്നു. അപ്പം കഞ്ഞിക്ക് ഞങ്ങൾ എപ്പോഴും ഈ മോര് ചമ്മന്തിയും ഏതെങ്കിലും ഒരു സൈസ് ഉപ്പേരിയും ഇതായിരുന്നു നമ്മുടെ രാവിലത്തെ ഫുഡ് ആവാറ്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ വന്നുകൊണ്ട് തന്നെ നമ്മൾ അത് പലഹാരത്തേക്ക് കൺവേർട്ട് ചെയ്തു, കഞ്ഞി ഒഴിവാക്കി. പക്ഷേ ഇന്നലെ എനിക്ക് എന്തോ ഈ ഒരു ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജിയ കഞ്ഞി കുടിക്കാനൊരു മോഹമായതുകൊണ്ട് ഇന്നലെ തന്നെ നമുക്കിന്ന് പലഹാരം ഉണ്ടാക്കേണ്ട, കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോരും ചക്കുപ്പേരിയും കഞ്ഞിയും ഇതൊരു അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ചക്കുപ്പേരി എന്നല്ല, ഏതുപ്പേരിയാണെങ്കിലും ഈ തൈരിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ.